ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 1 നമ്മുടെ യൂണിറ്റ് 6 പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നതിനൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. Question 1. What demands regarding the developmental activities of the Panchayat did the children raise in the parliament? ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 84 ഇത് വരുന്നത്. എന്താണ് ചോദിക്കുന്നത്? പഞ്ചായത്തിൻ്റെ വികസനത്തിനായിട്ട് കുട്ടികൾ പാർലമെൻറ്റിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ: കൺസ്ട്രക്ഷൻ ഓഫ് ഫുട് പാത്സ്, സ്ലാബ്സ് കവർ ടു ഡ്രെയിൻസ്, കൺട്രോളിംഗ് സ്ട്രേ ഡോഗ് മെനസ്, ഇൻസ്റ്റാളിംഗ് സ്ട്രീറ്റ് ലൈറ്റ്സ്, ഡിവൈസിംഗ് ഗാർബേജ് ഡിസ്പോസൽ സ്കീംസ്, മേക്കിംഗ് പാർക്സ്. എന്തൊക്കെയാണ്? നടപ്പാതകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ഓടകൾക്ക് മൂടിയിടുക, ഡ്രെയിനുകൾക്ക് സ്ലാബ് ഇട്ട് കൊടുക്കുക, ഓടകൾക്ക് മൂടിയിട്ട് കൊടുക്കുക, തെരുവ് നായയുടെ ശല്യം നിയന്ത്രിക്കുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ ഉണ്ടാക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ. A lot of developmental works must be going on in your area too. If so, who are the authorities that discuss and decide on such developmental activities? എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന അധികാരികൾ ആരാണെന്ന് ചോദിക്കുന്നത്. ആരാണ്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡെമോക്രസി? എന്താണ് ജനാധിപത്യം? ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ themselves or their elected representative make decisions on administrative matters is called democracy. എന്താണ്? ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾ സ്വയം അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികൾ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ. Prepare an ID card with the name of different local self-government institution to which you belong. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ID കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. അതിലെന്തെല്ലാം ഇൻക്ലൂഡ് ആവണം? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ID കാർഡാണ് തയ്യാറാക്കിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ പഞ്ചായത്തുകൾക്ക് വേറെ, മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷന് വേറെ ആയിട്ടാണ് നമ്മൾ കാർഡ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാർഡ് തയ്യാറാക്കിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Have you noticed the map of Europe given above? Write down the 2 countries which are marked as A and B in the outline map. എന്താ ചോദിക്കുന്നത്? മുകളിൽ കൊടുത്തിട്ടുള്ള യൂറോപ്പിൻ്റെ ഭൂപടം നിങ്ങളോട് ശ്രദ്ധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ ആ മാപ്പിൽ A, B എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള 2 രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ A ഏതൻസ്, ഗ്രീസിൽ ഏതൻസ്, B ഇംഗ്ലണ്ട്, ഇത് രണ്ടുമാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഒറിജിൻ ഓഫ് ഡെമോക്രസി ഇൻ ഏതൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഏതൻസിലെ ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ: ദ ഏർലിയർ ഫോം ഓഫ് ഡെമോക്രസി എമർജ്ഡ് അറ്റ് ഏതൻസ് ഇൻ ഗ്രീസ്. Athens played a crucial role in shaping the concept of democracy. Today's concept of democracy started in England. The systems of election, representative government and parliament were all formed in England. എന്താണ്? ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ് ഉയർന്നു വന്നത്. ജനാധിപത്യം എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ ഏതൻസ് നിർണായക പങ്ക് വഹിച്ചു. ഇന്നത്തെ ജനാധിപത്യ സങ്കല്പം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. തിരഞ്ഞെടുപ്പ്, പ്രാതിനിധ്യ ഗവൺമെൻറ്, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങളെല്ലാം ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു. എങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആൾ ഇഷ്യൂസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ ഗ്രാമസഭ ഓർ വാർഡ് സഭ മീറ്റിംഗ്? എന്താണ്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ യോഗത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? In the Grama Sabha, people get chance to express their opinion directly on administrative matters and participate in the decision making process.
അതായത് ഗ്രാമസഭയിലെ ജനങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ നേരിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നു. ഹു ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ എ ഗ്രാമസഭ? ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ്? All the people whose names are included in the electoral roll of each ward of a ഗ്രാമ പഞ്ചായത്ത് are its members. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും അതിലെ അംഗങ്ങളാണ്. വാട്ട് ഈസ് ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി? അതായത് എന്താണ് നേരിട്ടുള്ള ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം? Direct democracy or participatory democracy is a form of government in which the people participate directly in administrative affairs. നേരിട്ടുള്ള ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്നത് ജനങ്ങൾ ഭരണപരമായ കാര്യങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്ന ഒരു ഭരണരീതിയാണ്. അടുത്തത് ഫൈൻഡ് ഔട്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമസഭാസ് are platforms where all the people get a chance to participate and take decisions in the administrative and developmental process of a locality. All the people whose names are included in the electoral roll of each ward of a Grama Panchayat are its members. In urban areas, these are known as ward sabhas. എന്താണ് ഒരു പ്രദേശത്തിൻ്റെ ഭരണപരവും വികസനപരവുമായ പ്രക്രിയകളിൽ എല്ലാ ആളുകൾക്ക് പങ്കെടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും അതിലെ അംഗങ്ങളാണ്. നഗരപ്രദേശങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? നിയമസഭാ നടപടികളിൽ നേരിട്ട് പങ്കെടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സ്പീക്സ് ഫോർ അസ് ദർ? ആരാണ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കുന്നത്? അവർ റെപ്രസെൻറ്റേറ്റീവ് സ്പീക്ക് ഫോർ അസ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ പ്രതിനിധികൾ നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ആരാണ്? MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLA. വിച്ച് ഈസ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി? Who is the member of legislative assembly of your constituency? എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? അതുപോലെ തന്നെ ആ ഒരു നിയമസഭാ മണ്ഡലത്തിലെ MLA ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മണ്ഡലത്തിൽ ആരാണോ അത് ഏതാണോ മണ്ഡലം അത് എഴുതുക. ആ മണ്ഡലത്തിൽ ഏത് MLA ആണോ അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി? അതായത് എന്താണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിനിധി ജനാധിപത്യം? ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇസ് എ ഫോം ഓഫ് ഡെമോക്രസി ഇൻ വിച്ച് റെപ്രസെൻറ്റേറ്റീവ് ഹു ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ. എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു രൂപമാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അതായത് എന്താണ്? നമ്മുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ രൂപമാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിംഗ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. നേരിട്ടുള്ള ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും താരതമ്യം ചെയ്തിട്ടുള്ളൊരു പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ട് ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പട്ടിക പൂർത്തിയാക്കുക. അത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ് വിതൗട്ട് ആൻ ഇൻ്റർമീഡിയറി പീപ്പിൾ ഡിസൈഡ് all of the government's rules and policies, more transparent, possible in countries with limited land areas. എന്താണ്? നേരിട്ടുള്ള ജനാധിപത്യത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ രാജ്യങ്ങളിൽ ഇത് സാധ്യമാണ്. ഒരു ഇടനിലക്കാരനില്ലാതെ ജനങ്ങൾ സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും നയങ്ങളും തീരുമാനിക്കുന്നു. കൂടുതൽ സുതാര്യമാണ്. പരിമിതമായ ഭൂവിസ്തൃതിയുള്ള രാജ്യങ്ങളിൽ സാധ്യമാണ്. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസി prevails in large populated countries. People are not directly involved in deciding laws, policies, and other government matters. People elect representatives to make laws and policies practical in large countries.
എന്താണ് പരോക്ഷ ജനാധിപത്യത്തിൽ വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ നിലവിലുണ്ട്. നിയമങ്ങളും നയങ്ങളും മറ്റ് സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ ആളുകൾ നേരിട്ടിട്ട് ഇടപെടുന്നില്ല. നിയമങ്ങളും നയങ്ങളും ഉണ്ടാക്കാൻ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ജനങ്ങൾ. പിന്നെ വലിയ രാജ്യങ്ങളിൽ പ്രായോഗികമാണ്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് പട്ടിക ഒരു ടാബിൾ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. Look at the headlines given above. From this, find out the countries that have a democratic system of government. Add the name of more democratic countries to the list. എന്താണ് മുകളിൽ നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ നോക്കാനാണ് പറയുന്നത്. ഇവയിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനമുള്ള രാജ്യങ്ങൾ കണ്ടെത്തുക. ഇതിൻ്റെ കൂടുതൽ ജനാധിപത്യ രാജ്യങ്ങളുടെ പേരുകൾ പട്ടികയിൽ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസ്, ഇൻഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിൽ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസിൽ സ്വിറ്റ്സർലാൻഡ്, ഉറുഗ്വേ, ന്യൂസിലാൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്ന് കൊടുക്കുക. ഇൻഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസിൽ ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ട് ടാബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോട്ട് തയ്യാറാക്കാനാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. നമ്മുടെ ജനാധിപത്യ ഭരണത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഗവൺമെൻറ് ത്രൂ constructive criticism. The rule of law ensures equality before law. Independent media that help to connect the people and the government. And independent and impartial judiciary. എന്താണ്? പരമോന്നത അധികാരം ജനങ്ങളുടേതാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പാണ്. ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ സർക്കാരിനെ സഹായിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ്. നിയമവാഴ്ച നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്നു. ജനങ്ങളെയും സർക്കാരിനെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങൾ, ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ജുഡീഷ്യറി. ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് നോട്ട് യു ഗെറ്റ് എ ചാൻസ് ടു വോട്ട് ഇൻ ദ ജനറൽ എലക്ഷൻ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ മിനിമം ഏജ് ഓഫ് ദ വോട്ടർ ഇൻ ഇന്ത്യ ഈസ് 18 years. ഇന്ത്യയിലെ വോട്ടറുടെ കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് എന്താണ് വോട്ട് ചെയ്യാൻ കഴിയില്ല. വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? Universal adult franchise is the right to vote elections for everyone who has reached a certain age without any discrimination. Until 1989, the minimum age of the voter in India was 21 years. Now it is 18 years. ഒരു വിവേചനമില്ലാതെ ഒരു നിശ്ചിത പ്രായമെത്തിയ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. 1989 വരെ ഇന്ത്യയിലെ വോട്ടറുടെ കുറഞ്ഞ പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ 18 വയസ്സായി. വാട്ട് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ ഗിവൺ ഓൺ ദ നോട്ടീസ് ബോർഡ് റിലേറ്റഡ് ടു സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻസ്? ലിസ്റ്റ് ദം. സ്കൂൾ പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ബോർഡിൽ എന്തൊക്കെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നാണ് അത് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, പോളിംഗ്, കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്, ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ സ്കൂൾ പാർലമെൻറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ, പോളിംഗ്, കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. എന്തൊക്കെയാണ് അത്? തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ നിയമനം, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നോമിനേഷൻ സമർപ്പിക്കൽ, നാമനിർദ്ദേശത്തിൻ്റെ സൂക്ഷ്മ പരിശോധന, നോമിനേഷൻ പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ്, വോട്ടുകളുടെ എണ്ണവും ഫലപ്രഖ്യാപനവും. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എലക്ഷൻസ്? തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? റൂളേഴ്സ് ആർ മൗൾഡഡ്, സ്ട്രെങ്തൻസ് ഡെമോക്രസി, ആൾ ആർ റെപ്രസെൻറ്റഡ്,
എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ്, ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്. എന്തൊക്കെയാണ്? ഭരണാധികാരികളെ വാർത്തെടുക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, സർക്കാരുകൾ രൂപീകരിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് എലക്ഷൻ്റെ ഫങ്ഷൻസ്. വെൻ ഡസ് ഡെമോക്രാസി ബിക്കം പോസിബിൾ ഇൻ ദ ഫാമിലി? എപ്പോഴാണ് ഫാമിലിയിൽ, കുടുംബത്തിൽ ജനാധിപത്യം സാധ്യമാകുന്നത്? ഡെമോക്രാസി ഈസ് പോസിബിൾ ഇൻ ദ ഫാമിലി വെൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ കൺസിഡറിങ് എവരി വൺസ് ഒപ്പീനിയൻസ്. എപ്പോഴാണ്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് കുടുംബത്തിൽ ജനാധിപത്യം സാധ്യമാകുന്നത്. വെൻ ഈസ് ഡെമോക്രാസി എൻഷുർഡ് ഇൻ സ്കൂൾസ്? സ്കൂളിൽ ജനാധിപത്യം ഉറപ്പാക്കുന്നത് എപ്പോഴാണ്? ഡെമോക്രാസി ഇൻ സ്കൂൾസ് ഈസ് എൻഷുർഡ് വെൻ ചിൽഡ്രൻസ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വാലിറ്റി ആർ എൻഷുർഡ് ടു ദം. എപ്പോഴാണ്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുക്കുകയും അവർക്ക് തുല്യ അവസരങ്ങളും തുല്യതയും ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ സ്കൂളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ഓഫ് ഡെമോക്രസി ബീങ് പ്രാക്ടീസ്ഡ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുയിടങ്ങളിൽ ജനാധിപത്യം നടപ്പിലാക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? കീപ്പിംഗ് പബ്ലിക് പ്ലേസസ് ക്ലീൻ, റെസ്പെക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ്സ് ഓഫ് അതേഴ്സ് and obeying public rules are all necessary for leading a democratic lifestyle. പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാമാണ് ജനാധിപത്യ ജീവിതശൈലി നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെയാണല്ലോ വരുന്നത്. ഏകദേശം 1 വീക്ക് കൂടി കഴിഞ്ഞാൽ എക്സാം ആയല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.